ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കയ്യോന്നി എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ്. ഉഷ്ണരാജ്യങ്ങളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കയ്യോന്നി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിപ്റ്റ പുറസ്റ്റ റോസ്പ എന്നാണ്. കുഞ്ഞുണ്ണി എന്നും കയ്യിന്യം എന്നും അറിയപ്പെടുന്നു. ഈർപ്പമുള്ള സമതലങ്ങളിൽ വയൽ വരമ്പുകളിലും തഴച്ചു വളരുന്ന ഈ സസ്യം മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഉപയോഗിച്ചു വരുന്നു. കരളിന് നല്ല ടോണിക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. വാതസംബന്ധമായ സർവ്വ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ കാച്ചി തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കാഴ്ചവർദ്ധന കഫരോഗ ശമനത്തിന് ഫലപ്രദം. കയ്യോന്യത്തിൻ്റെ കരൾ രോഗങ്ങളെ ശമിപ്പിക്കാനും തീർക്കാനുമുള്ള ശക്തി ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു കഴിഞ്ഞു. കരൾ രോഗ പ്രതിരോധത്തിനായി ഇന്ന് കയ്യോന്യം സർവ്വവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. പുരാതന കാലം മുതൽക്കേ കയ്യോന്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പരസ്പര രഹ്യസൂത്രം, കേശവ പദ്ധതി, ഷോണക്യ അഥർവം, കൗശിക സൂത്രം തുടങ്ങിയ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കയ്യോന്യത്തിൻ്റെ സൗന്ദര്യവർഗത്തെയും മറ്റ് ഔഷധ ശക്തിയെയും പറ്റി വിവരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പാരമ്പര്യ വൈദ്യശാസ്ത്ര മേഖലയിലും ആദിവാസി വൈദ്യത്തിലും കയ്യോന്യം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായും വയറിൻ്റെ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ, ജ്വരം, മുടികൊഴിച്ചിൽ, അകാലനര, മഞ്ഞപ്പിത്തം അടക്കമുള്ള കളര രോഗങ്ങൾ, തൊലിക്കുണ്ടാവുന്ന രോഗങ്ങൾ, മുറിവുകൾ, വ്രണങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ബൃഹത്-3-യിൽ ഭൃംഗയെക്കുറിച്ച് ഗണങ്ങളിലും വർഗങ്ങളിലും വിവരണം ഇല്ലെങ്കിലും പ്രധാന ഔഷധമായി സൂചനയുണ്ട്. ചരകൻ രക്തപിത്തത്തിനും ആഗ്ബടൻ രാസായന ഗുണങ്ങൾക്കായി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിരവധി വർഗങ്ങളിലുള്ള ഭൃംഗരാജ ഇന്ത്യയിലുണ്ട്. ഏതാണ് യഥാർത്ഥ ഭൃംഗരാജ എന്നതിനെ ചൊല്ലി ശാസ്ത്രജ്ഞർക്കിടയിലും വൈദ്യന്മാർക്കിടയിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. മഞ്ഞ കയ്യോന്യം കേരളത്തിലെ വൈദ്യന്മാരാണ് ഉപയോഗിച്ചു വരുന്നത്. ഇന്ത്യയിൽ ജലം സുലഭമായി ലഭിക്കുന്ന ഇടങ്ങളിൽ മിക്കയിടത്തും കണ്ടു വളരുന്നു. ഇന്ത്യയിൽ ജലം സുലഭമായി ലഭിക്കുന്നയിടങ്ങളിൽ മിക്കയിടത്തും കണ്ടുവരുന്നു. ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇത് വളർന്നു വരുന്നു. പുഷ്പത്തിൻ്റെ നിറഭേദം അനുസരിച്ച് വെള്ള, മഞ്ഞ, നീല എന്നിങ്ങനെ 3 ഇനങ്ങളുണ്ട്. ഇവയിൽ വെള്ള ഇനമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. 70 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയുടെ തണ്ട് വളരെ മൃദുവും വെളുത്ത നനുത്ത രോമങ്ങൾ നിറഞ്ഞതുമാണ്. ശാഖകൾ കുറവാണ്. ഇലകൾ ലഘുവും സമുഖവും അറ്റം കൂർത്തതുമാണ്. 6-8 മില്ലിമീറ്റർ വ്യാസമുള്ള ഉണ്ടമഞ്ചരിയാണ് പൂങ്കുല. ഇത് പത്രകക്ഷങ്ങളിൽ കാണുന്നു. ഉണ്ടമഞ്ചരിയുടെ ഉള്ളിൽ ദ്വിലിംഗ പൂക്കളും പുറമെ ചുറ്റുമായി ജനിപുഷ്പങ്ങളും കാണുന്നു. ഇലയിൽ എക്ലിപ്റ്റൈൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. കൂടാതെ സിഗ്മ-സ്റ്റിറോൾ, ആൽഫ ടെർത്തിയനൽ, മെഥനോൾ, എബ്ജനിൻ, ലൂട്ടിയോലിൻ, ബീറ്റ-അമാരിൻ, നിർക്കോട്ടിൻ എന്നീ രാസവസ്തുക്കളും കാണുന്നു. തണ്ടിൽ വെഡിലോലോകറ്റോൺ എന്ന പദാർത്ഥവും എക്ലിപ്റ്റൈൻ ഉണ്ട്. ഇവ ആണ് മുടികൊഴിച്ചിൽ തടയാനായി ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.